കതവിനെ ചവിട്ടി തുറന്ന് എന്റെ മോട്ടർ എടുത്തുകൊണ്ട് പോയി 30-ാം തീയതി അന്ന് തന്നെ ഞാൻ വൈകുന്നേരത്ത് കൊണ്ട് കേസ് കൊടുക്കുകയാണ്. ഡോറ് പൂട്ടാകത്തില്ല. അങ്ങനെ അവിടെ കയറി വീണ്ടും എന്റെ വളച്ചാക്കിൽ വളമെടുത്ത് തറയിട്ടിട്ട് അതിൽ കിടന്ന കുറെ കമ്പിത്തുണ്ടുകൾ, ഞാൻ ഈ കോൺക്രീറ്റിന് പണിക്കുള്ള കമ്പിത്തുണ്ടുകളായിരുന്നു, അതെല്ലാം വാരി ആ ചാക്കിലിട്ടുണ്ട്. അപ്പൊ CC ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ട് കാണിച്ചു. ഇതിന്റെ ഉടനെ വിളിച്ചത് ഈ വസ്തുവിന്റെ ഞാൻ പാട്ടത്തിനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് 200 രൂപ ജോലി ചെയ്താലേ നമുക്ക് 50 രൂപ കിട്ടും. മലയൻകീഴിൽ കൃഷിയിടങ്ങളിൽ തുടർച്ചയായി നടക്കുന്ന മോഷണത്തിൽ വലഞ്ഞ കൃഷിക്കാർ. മലയൻകീഴ പാറനടയ്ക്ക് സമീപം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ പമ്പും ഇരുമ്പ് ഉപകരണങ്ങളും മോഷണം പോയത്. കൃഷിക്കാരൻ ബാലചന്ദ്രനാണ് ഇതേ തുടർന്ന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതി രാത്രിയായിരുന്നു ആദ്യ മോഷണം. ഷെഡിൽ ഒതുക്കി വെച്ചിരുന്ന മോട്ടോറും ഇരുമ്പുൽപ്പന്നങ്ങളുമാണ് കതക് ചവിട്ടി തുറന്ന ശേഷം അജ്ഞാതർ കൊണ്ടുപോയതായി ബാലചന്ദ്രൻ പരാതി ഉന്നയിക്കുന്നത്. സംഭവത്തിൽ 30-ാം തീയതി രാത്രി തന്നെ ബാലചന്ദ്രൻ മലയൻകീഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പിറ്റേ ദിവസം, അതായത് 31-ാം തീയതി അതേ സംഘം വീണ്ടും എത്തി ബാക്കി വന്ന സാധനങ്ങൾ കൂടി ഇവിടുന്ന് മോഷ്ടിച്ചു എന്നാണ് കർഷകൻ പറയുന്നത്. ഞാൻ എന്റെ ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു മോട്ടറൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. ആ മോട്ടറിന് കതവിനെ ചവിട്ടി തുറന്ന് എന്റെ മോട്ടർ എടുത്തുകൊണ്ട് പോയി 30-ാം തീയതി അന്ന് തന്നെ ഞാൻ വൈകുന്നേരത്ത് കൊണ്ട് കേസ് കൊടുക്കുകയാണ്. അപ്പം SI പറഞ്ഞാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ 31-ാം തീയതി വന്ന് ഉച്ചയ്ക്ക് എന്റെ ഈ ഷെഡിനകത്ത് കയറി പൂട്ടാൻ പറ്റില്ല, ഡോറ് പൂട്ടാകത്തില്ല. അങ്ങനെ അവിടെ കയറി വീണ്ടും എന്റെ വളച്ചാക്കിൽ വളമെടുത്ത് തറയിട്ടിട്ട് അതിൽ കിടന്ന കുറെ കമ്പിത്തുണ്ടുകൾ, ഞാൻ ഈ കോൺക്രീറ്റിന് പണിക്കുള്ള കമ്പിത്തുണ്ടുകളായിരുന്നു, അതെല്ലാം വാരി ആ ചാക്കിലിട്ടുണ്ട്. ഇന്നലെ 4-ാം തീയതി കറക്റ്റ് 2:10 ആയപ്പോൾ ഈ ഷെഡിനകത്ത് കയറി കുറെ കമ്പിത്തുണ്ടുകളും എല്ലാം ചേനയെടുത്ത് തറയിൽ തട്ടിയിട്ട് വാരിക്കൊണ്ട് പോയി. അത് ബൈക്കിലാണ് പോയത്. അപ്പൊ CC ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ട് കാണിച്ചു. ഇതിന്റെ ഉടനെ വിളിച്ചത് ഈ വസ്തുവിന്റെ ഞാൻ പാട്ടത്തിനാണ് ഇത് ചെയ്യുന്നത്. ആ വസ്തുവിന്റെ ഉടനെ വിളിച്ചത് ഞാൻ സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഇപ്പൊ സാറിനോട് കൊണ്ട് കാണിച്ചു. സാറ് വന്ന് ഇന്ന് തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ വന്നതേ ഉള്ളൂ ഞാൻ. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് 200 രൂപ ജോലി ചെയ്താലേ നമുക്ക് 50 രൂപ കിട്ടും. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് പിന്നാലെ 4-ാം തീയതി ഉച്ചയോടെ 3ാമതും മോഷ്ടാക്കൾ എത്തുകയുണ്ടായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചാക്കിലാക്കി വെച്ചിരുന്ന ചേന മുഴുവനും പുറത്തെടുത്ത ശേഷം ചാക്കിനുള്ളിലാണ് മറ്റ് ഇരുമ്പ് വസ്തുക്കൾ ഇവിടെ നിന്നും ശേഖരിച്ച് മോഷ്ടാക്കൾ കൊണ്ടുപോയതെന്നും പരാതിക്കാരൻ പറയുന്നു. സംഭവം അറിഞ്ഞ ബാലചന്ദ്രൻ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ ബൈക്കിലെത്തിയ 2 പേരാണ് ചാക്കുകെട്ടുമായി ഇവിടുന്ന് മോഷണം നടത്തിപ്പോയതെന്ന ദൃശ്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടി നഷ്ടമായ വസ്തുക്കൾ തിരികെ കിട്ടണമെന്നാണ് ബാലചന്ദ്രന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കൃഷി മുഴുവനും നശിച്ചിരുന്നു. ഇതിനാലാണ് മോട്ടോറും മറ്റു സാധനങ്ങളും ഷെഡിൽ സുരക്ഷിതമായി ഒതുക്കി വെച്ചതെന്നും ബാലചന്ദ്രൻ പറയുന്നു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.